ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ 2005 ഷാറുഖ് ഖാൻ നായകനായി അഭിനയിച്ച ഒരു ഹിന്ദി ഫാന്റസി കോമഡി ഡ്രാമ സിനിമയാണ് കാണാൻ പോകുന്നത്. സിനിമയുടെ പേര് പഹേലി. സിനിമ തുടങ്ങുമ്പോൾ രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ ലച്ചിയുടെയും കിഷൻ ലാലിന്റെയും വിവാഹം നടക്കുന്നു. അതിനുശേഷം ലച്ചി തന്റെ ഭർത്തൃഗൃഹത്തിലേക്ക് യാത്ര തിരിക്കുന്നു. യാത്രാമധ്യേ അവർ ഒരു ധർമ്മശാലയിൽ വിശ്രമിക്കാനായി നിർത്തുന്നു. അവിടെ ലച്ചി ഒരു തടാകത്തിനടുത്തേക്ക് പോകുന്നുണ്ട്. ആ തടാകക്കരയിലുള്ള ഒരു മരത്തിൽ ഒരു കാക്ക ഇരുന്ന് ലച്ചിയെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാക്ക രൂപം മാറി ഒരു പക്ഷിയായി ലച്ചിയുടെ ചുറ്റും പറന്നു നടക്കുന്നു. ഇത് കണ്ട് ലച്ചി ഭയപ്പെടുന്നു. പെട്ടെന്ന് ലച്ചിക്ക് ഒരു പുരുഷന്റെ സംസാരം കേൾക്കാൻ തുടങ്ങുന്നു. അവൾ ചുറ്റും നോക്കുന്നുണ്ട്, പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല. എന്നാൽ അവിടെ നനഞ്ഞ കാൽപ്പാടുകൾ കാണുന്നു. അത് കണ്ട് ഭയന്ന് ലച്ചി അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം എല്ലാവരും കിഷന്റെ വീട്ടിലെത്തുന്നു. പുതിയ മണവാട്ടിയായ ലച്ചിക്ക് ഗംഭീരമായ സ്വീകരണമാണ് ലഭിക്കുന്നത്. അന്ന് രാത്രി ലച്ചിയുടെയും കിഷന്റെയും ആദ്യ രാത്രിയായിരുന്നു. രാത്രി ലച്ചി കിഷന്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ കിഷൻ അപ്പോൾ കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് കുറച്ചു നേരം സംസാരിക്കാമെന്ന് ലച്ചി പറയുന്നു. എന്നാൽ കിഷൻ തനിക്ക് കണക്കുകൾ നോക്കാൻ ജോലിയുണ്ടെന്നും നാളെ നേരത്തെ എഴുന്നേറ്റ് ഒരു ബിസിനസ് യാത്രയ്ക്ക് പോകണമെന്നും പറയുന്നു. ഇത് കേട്ട് ലച്ചിക്ക് ദേഷ്യം വരുന്നു. പിന്നീട് കിഷനോട് എപ്പോഴാണ് മടങ്ങി വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. താൻ 5 വർഷത്തിന് ശേഷം മടങ്ങി വരുമെന്ന് കിഷൻ പറയുന്നു. ഇത് കേട്ട് ലച്ചി ഒരുപാട് കരയുന്നു. കാരണം കിഷൻ 5 വർഷത്തേക്ക് അവളെ ഉപേക്ഷിച്ചു പോകുമെന്ന് അവൾ കരുതിയിരുന്നില്ല. അതിനുശേഷം കിഷൻ ലച്ചിയുടെ അടുത്തേക്ക് വന്ന്, എനിക്ക് രാവിലെ പോകണം, ബിസിനസ്സിലെ സന്തോഷമാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ പോയി ഉറങ്ങിക്കോളൂ, ഞാൻ കണക്കുകളൊക്കെ നോക്കി കിടന്നോളാം എന്ന് പറയുന്നു. അടുത്ത ദിവസം രാവിലെ ലച്ചി എഴുന്നേൽക്കുമ്പോഴേക്കും കിഷൻ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ശേഷം കിഷൻ അച്ഛന്റെ അടുത്ത് വന്ന് ബിസിനസ്സിൽ നല്ല ലാഭം കൊണ്ടുവരുമെന്ന് വാക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കിഷൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ലച്ചി ഒരുപാട് കരയുന്നു. ഇത് കണ്ട് ഗ്രജി വന്ന് ലച്ചിയെ ആശ്വസിപ്പിക്കുന്നു. ഗ്രജി ലച്ചിയുടെ അമ്മായിയമ്മയാണ്. അവരുടെ ഭർത്താവും വർഷങ്ങൾക്ക് മുൻപ് അവരെ ഉപേക്ഷിച്ച് പോയതാണ്. അദ്ദേഹം എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ബിസിനസ്സിനായി മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന കിഷൻ തുടക്കത്തിൽ വധുവിനെ കൊണ്ടുവരുമ്പോൾ നിർത്തിയ അതേ ധർമ്മശാലയിൽ അല്പനേരം വിശ്രമിക്കുന്നു. ആ സമയത്ത് കിഷൻ ആ തടാകത്തിനടുത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു ഭൂതം ഉണ്ടായിരുന്നു. ആ ഭൂതം കിഷനെ കണ്ട് അത്ഭുതപ്പെടുന്നു. എന്നിട്ട് തന്റെ സുഹൃത്തുക്കളോട്, ഇന്നലെയാണ് ഇയാളുടെ കല്യാണം കഴിഞ്ഞത്, ഇന്ന് തന്നെ എങ്ങോട്ടോ പോവുകയാണ് എന്ന് പറയുന്നു. അതിനുശേഷം ആ ഭൂതം ഒരു മനുഷ്യരൂപം സ്വീകരിച്ച് കിഷനുമായി സംസാരിക്കുന്നു. താൻ 5 വർഷത്തേക്ക് ഒരു ബിസിനസ് യാത്രയ്ക്ക് പോവുകയാണെന്ന് കിഷൻ പറയുന്നു. അത് കേട്ട് ഭൂതം ഒരുപാട് സന്തോഷിക്കുന്നു. എന്നിട്ട് അവൻ തന്റെ സുഹൃത്തുക്കളോട്, ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് ലച്ചിയെ ഇഷ്ടപ്പെട്ടു, ഞാൻ അവളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഭൂതം ഉടൻ തന്നെ കിഷന്റെ രൂപത്തിലേക്ക് മാറുന്നു. സുഹൃത്തുക്കൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഭൂതം അതൊന്നും കേൾക്കാതെ കിഷനായി മാറുന്നുണ്ട്. അതിനുശേഷം ആ ഭൂതം കിഷന്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലുള്ളവർ അവനെ കണ്ട് പരിഭ്രമിക്കുന്നു. കിഷന്റെ അച്ഛനും ആശങ്കപ്പെടുന്നുണ്ട്. എന്നിട്ട് കിഷനോട് എന്തിനാണ് മടങ്ങി വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ കിഷൻ അച്ഛനോട്, ഞാൻ പോകുന്ന വഴിയിൽ ഒരു വലിയ ഗുരുവിനെ കണ്ടുമുട്ടി, ഞാൻ അദ്ദേഹത്തെ സേവിച്ചു. അതിൽ സന്തുഷ്ടനായ അദ്ദേഹം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് 5 സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കുമെന്ന് ഒരു വരം തന്നു. ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് അച്ഛൻ വളരെയധികം സന്തോഷിക്കുന്നു. കിഷൻ മടങ്ങി വന്നതിൽ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ലച്ചി. അതിനുശേഷം കിഷനെ നോക്കി ലച്ചി, എന്റെ പ്രണയത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അത് നമ്മളെ അകറ്റി നിർത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. ആ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് കിഷൻ ലച്ചിയോട്, ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, നിന്നിൽ നിന്ന് അകന്നിരിക്കാൻ ശ്രമിച്ചാലും എനിക്കതിന് കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കിഷൻ തന്റെ മാന്ത്രിക വിദ്യകൾ കൊണ്ട് ലച്ചിയെ അത്ഭുതപ്പെടുത്തുന്നു. അതിൽ ലച്ചി വളരെ സന്തോഷവതിയാകുന്നു. ഒരു ദിവസം അവർ ഒന്നാകാൻ തുടങ്ങുമ്പോൾ കിഷൻ ലച്ചിയെ തടയുന്നു. എന്നിട്ട് ലച്ചിയോട്, ആദ്യം എന്നെ പരിശോധിക്കൂ, ഞാൻ നിന്റെ ഭർത്താവാണോ അല്ലയോ എന്ന് ചിന്തിക്കൂ എന്ന് പറയുന്നു. അത് കേട്ട് ലച്ചി, ഇതിൽ എന്ത് പരിശോധിക്കാനാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ഭൂതം, ഞാൻ കിഷൻ അല്ല, ഒരു ഭൂതം മാത്രമാണ്, കിഷന്റെ രൂപത്തിൽ ഇവിടേക്ക് വന്നതാണ്. നിന്നെ ആദ്യമായി കണ്ടപ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. ആ തടാകക്കരയിൽ നീ കണ്ട പക്ഷി ഞാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ലച്ചി ഞെട്ടിപ്പോകുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു പോകുന്നുണ്ട്. ആ ഭൂതം ഉടൻ തന്നെ ലച്ചിയോട്, നീ പോകാൻ പറഞ്ഞാൽ ഞാൻ പോയിക്കോളാം, പിന്നീട് ഒരിക്കലും ഇവിടേക്ക് വരില്ല എന്ന് പറയുന്നു. ആ വാക്കുകൾ കേട്ട് ലച്ചി, എന്റെ ഭർത്താവിനെ എനിക്ക് തടയാൻ കഴിഞ്ഞില്ല, പക്ഷേ എന്നെ തേടി വന്ന നിന്നെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അതിനുശേഷം അവർ ഒന്നാകുന്നു. അടുത്ത ദിവസം രാവിലെ കിഷന്റെ അച്ഛൻ കിഷന്റെ അടുത്ത് വന്ന് ആ സ്വർണ്ണ നാണയങ്ങൾ ചോദിക്കുന്നു. അതിന് കിഷൻ, ഞാനത് നിങ്ങൾക്ക് തരാൻ വന്നതാണ്, നിങ്ങൾ ഉറങ്ങുകയായിരുന്നു,
അതുകൊണ്ട് ഞാൻ ആ നാണയങ്ങൾ നിങ്ങളുടെ പോക്കറ്റിലിട്ടു. പോക്കറ്റിൽ ഒന്ന് നോക്കൂ എന്ന് പറയുന്നു. കിഷന്റെ അച്ഛൻ തന്റെ പോക്കറ്റിൽ നോക്കുമ്പോൾ 5 സ്വർണ്ണ നാണയങ്ങൾ കാണുന്നു. അത് കണ്ട് സന്തോഷിച്ച് കിഷനോട് എല്ലാ ദിവസവും 5 സ്വർണ്ണ നാണയങ്ങൾ തരാൻ പറയുന്നു. കിഷനും അത് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം കിഷൻ തന്റെ മാന്ത്രിക വിദ്യകളാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അങ്ങനെ 6 മാസങ്ങൾ കടന്നു പോകുന്നു. യഥാർത്ഥ കിഷൻ 6 മാസമായിട്ടും വീട്ടിൽ നിന്ന് ഒരു കത്ത് പോലും വരാത്തതിനാൽ വിഷമിക്കുന്നു. അതിനാൽ വീട്ടുകാർക്ക് ഒരു കത്തെഴുതുന്നു. ആ കത്ത് ഭൂജ എന്നൊരാളെ ഏൽപ്പിച്ച് കിഷന്റെ വീട്ടിൽ കൊടുക്കാൻ പറയുന്നു. ഭൂജ 15 ദിവസം യാത്ര ചെയ്ത് ആ കത്തുമായി കിഷന്റെ വീട്ടിലെത്തുന്നു. അവിടെ മറ്റൊരു കിഷനെ കാണുന്നു. അവിടെയുള്ള ഭൂതമായ കിഷനാണ് യഥാർത്ഥ കിഷൻ എന്ന് ഭൂജ കരുതുന്നു. അതുകൊണ്ട് കിഷനോട് നീ എന്തിനാണ് നിനക്ക് തന്നെ കത്തെഴുതി അയച്ചത് എന്ന് ചോദിക്കുന്നു. അതേസമയം ഇയാൾക്ക് ഇവിടേക്ക് വരണമെങ്കിൽ കത്തെഴുതേണ്ട ആവശ്യം എന്താണ് എന്നും ഭൂജ ചിന്തിക്കുന്നു. എന്നാൽ ഭൂതമായ കിഷൻ ആ കത്ത് യഥാർത്ഥ കിഷന്റേതാണെന്ന് മനസ്സിലാക്കി അത് കത്തിച്ചു കളയുകയും ഭൂജയെ അവിടെ നിന്ന് അയക്കുകയും ചെയ്യുന്നു. ഭൂജ മടങ്ങി വന്നപ്പോൾ അവിടെയും കിഷനെ കാണുന്നു. യഥാർത്ഥ കിഷൻ ഭൂജയോട് വീട്ടുകാർ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ഭൂജ ഞെട്ടിപ്പോകുന്നു. അവിടെയും കിഷൻ ഇവിടെയും കിഷൻ, ഇതെങ്ങനെ സാധ്യമാകും എന്ന് അവൻ ചിന്തിക്കുന്നു. പിന്നീട് യഥാർത്ഥ കിഷൻ കത്ത് എവിടെയെന്ന് ഭൂജയോട് ചോദിക്കുന്നു. താൻ ആ കത്ത് കിഷന് തന്നെ കൊടുത്തു എന്ന് ഭൂജ പറയുന്നു. ഈ കാര്യം യഥാർത്ഥ കിഷന് മനസ്സിലാകുന്നില്ല. ഭൂജ പണം വാങ്ങി കത്ത് വീട്ടുകാർക്ക് കൊടുത്തില്ലെന്ന് യഥാർത്ഥ കിഷൻ കരുതുന്നു. ഇത് കാരണം ഭൂജയും കിഷനും തമ്മിൽ വഴക്കുണ്ടാകുന്നു. മറുവശത്ത് ഭൂതമായ കിഷന്റെയും ലച്ചിയുടെയും ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ടു പോകുന്നു. പിന്നീട് കിഷന്റെ അച്ഛന്റെ അടുത്തേക്ക് കുറച്ചു പേർ വന്ന് ഇത്തവണയും കുതിരപ്പന്തയം നടക്കുന്നുണ്ടെന്നും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പങ്കെടുക്കണമെന്നും പറയുന്നു. 7 വർഷമായി കിഷന്റെ അച്ഛന്റെ കുടുംബമാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 3 വർഷം മുൻപ് തന്റെ അനിയൻ പന്തയത്തിൽ തോറ്റ നാണക്കേട് കൊണ്ട് വീട് വിട്ട് എങ്ങോട്ടോ ഓടിപ്പോയി. അന്നു മുതൽ അവർ പന്തയത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഉടൻ തന്നെ കിഷനെ നോക്കി ഇത്തവണ നമ്മളും പന്തയത്തിൽ പങ്കെടുക്കണം എന്ന് അച്ഛൻ പറയുന്നു. എല്ലാവരും കുതിരപ്പന്തയം കാണാൻ പോകുന്നു. അപ്പോൾ കിഷൻ മറ്റുള്ളവരെ ചതിക്കുകയാണെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് കിഷൻ തന്റെ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് തന്റെ കുതിരയെ അതിവേഗം ഓടിക്കുന്നു. അതുവഴി കിഷൻ പന്തയത്തിൽ ജയിക്കുന്നു. എന്നാൽ കിഷൻ മാന്ത്രിക വിദ്യ ഉപയോഗിക്കുകയാണെന്ന് ഗ്രാമവാസികൾക്ക് മനസ്സിലാകുന്നു. ഈ വിഷയത്തിൽ ലച്ചിക്കും ദേഷ്യം വരുന്നു. കിഷനെ കുറിച്ച് മറ്റുള്ളവർ അറിയുമോ എന്ന് അവൾ ഭയപ്പെടുന്നു. പിന്നീട് ലച്ചി കിഷന്റെ അടുത്ത് വന്ന് ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു. കിഷനും സമ്മതിക്കുന്നുണ്ട്. കിഷന്റെ കുടുംബം പന്തയത്തിൽ ജയിച്ചതറിഞ്ഞ് സുന്ദർലാൽ വീട്ടിലേക്ക് മടങ്ങി വരുന്നു. സുന്ദർലാൽ കിഷന്റെ അമ്മാവനാണ്. വർഷങ്ങൾക്ക് മുൻപ് പന്തയത്തിൽ തോറ്റതിന് വീട് വിട്ടു പോയതായിരുന്നു. ഇപ്പോൾ ജയിച്ചതറിഞ്ഞ് മടങ്ങി വരുന്നു. അദ്ദേഹത്തെ കണ്ട് വീട്ടുകാരെല്ലാം സന്തോഷിക്കുന്നുണ്ട്. യഥാർത്ഥ കിഷന് വീട്ടുകാരെ വല്ലാതെ ഓർമ്മ വരുന്നു. അതിനാൽ വീണ്ടും ഒരു കത്തെഴുതി ഭൂജയുടെ അടുത്തേക്ക് ചെന്ന് അത് വീട്ടുകാർക്ക് കൊടുക്കാൻ പറയുന്നു. എന്നാൽ ഭൂജ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് കിഷൻ ഞാൻ ഇരട്ടി പണം തരാം, എന്റെ വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറയുന്നു. ഭൂജ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഭൂജയുടെ ഭാര്യ കിഷൻ കൊടുത്ത കത്ത് കത്തിച്ചു കളയുന്നു. കാരണം മുൻപ് കിഷൻ ഭൂജയെ അപമാനിച്ചിരുന്നു. മറുവശത്ത് ഭൂതമായ കിഷൻ ഗ്രാമത്തിലെ ജലക്ഷാമം പരിഹരിക്കുന്നു. അതുകൊണ്ട് ഗ്രാമവാസികളെല്ലാം കിഷനെ കണ്ട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ 4 വർഷങ്ങൾ കടന്നു പോകുന്നു. ലച്ചി ഗർഭിണിയാകുന്നു. ഇതറിഞ്ഞ് ഭൂതമായ കിഷൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. തനിക്കും ലച്ചിക്കും ഒരു പെൺകുഞ്ഞ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ജനിക്കാൻ പോകുന്ന മകൾക്ക് പേരും കണ്ടുവെക്കുന്നു. മറുവശത്ത് ലച്ചിയുടെ ഗർഭത്തെക്കുറിച്ച് യഥാർത്ഥ കിഷൻ അറിയുന്നു. അതിനാൽ സത്യം അറിയാനായി വീട്ടിലേക്ക് മടങ്ങി വരുന്നു. യഥാർത്ഥ കിഷനെ കണ്ട് എല്ലാവരും പരിഭ്രമിക്കുന്നു. കാരണം അവിടെ ഓൾറെഡി ഒരു കിഷൻ ഉണ്ട്. അപ്പോൾ ഇതാരാണെന്ന് എല്ലാവരും ഞെട്ടി ആലോചിക്കുന്നു. അതിനുശേഷം യഥാർത്ഥ കിഷൻ വീട്ടുകാരോടെല്ലാം ഞാനാണ് യഥാർത്ഥ കിഷൻ എന്ന് പറയുന്നു. എന്നാൽ കിഷന്റെ അച്ഛന് ഭൂതമായ കിഷനാണ് യഥാർത്ഥ കിഷൻ എന്ന് തോന്നുന്നു. കാരണം അവൻ എല്ലാ ദിവസവും 5 സ്വർണ്ണ നാണയങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ അത് എല്ലാവരുടെയും മുന്നിൽ പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പറഞ്ഞാൽ സ്വർണ്ണ നാണയങ്ങൾ കിട്ടാതെയാകുമെന്ന് അദ്ദേഹം കരുതുന്നു. എന്നാൽ ആർക്കും അവരിൽ യഥാർത്ഥ കിഷനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിനുശേഷം യഥാർത്ഥ കിഷൻ ഞങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കൂ, അപ്പോൾ ഞങ്ങളിൽ ആരാണ് യഥാർത്ഥ കിഷൻ എന്ന് മനസ്സിലാകും എന്ന് പറയുന്നു. എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ 2 കിഷന്മാരും ശരിയായ ഉത്തരം നൽകുന്നു. അതോടെ വീട്ടുകാർ കൂടുതൽ ആശയക്കുഴപ്പത്തിലാകുന്നു. പിന്നീട് ലച്ചി പ്രസവിക്കുന്നു. അവൾക്കൊരു പെൺകുഞ്ഞ് ജനിക്കുന്നു. എന്നാൽ ലച്ചി പിന്നീട് എന്ത് സംഭവിക്കുമെന്നും ഭൂതത്തെക്കുറിച്ചും ഓർത്ത് നിരാശയായിരിക്കുന്നു. യഥാർത്ഥ കിഷനെ കണ്ടെത്താൻ എല്ലാവരും രാജാവിന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അവർ പോകുന്ന വഴിയിൽ ഒരാൾ അവരെ തടഞ്ഞു നിർത്തി എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു. അവർ തങ്ങളുടെ പ്രശ്നം അയാളോട് പറയുന്നു. അത് കേട്ട് ആ വ്യക്തി ചിരിച്ചുകൊണ്ട് ഈ പ്രശ്നം ഞാൻ 1 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പറയുന്നു. ഉടൻ തന്നെ ആ വ്യക്തി കുറച്ച് കത്തുന്ന കനലുകൾ ഒരു പാത്രത്തിലിട്ട്
ഇത് ആരാണോ കയ്യിലെടുക്കുന്നത് അവരാണ് യഥാർത്ഥ കിഷൻ എന്ന് പറയുന്നു. യഥാർത്ഥ കിഷൻ വന്ന് അത് കയ്യിലെടുക്കുന്നു. അപ്പോൾ ആ വ്യക്തി ഇവനാണ് യഥാർത്ഥ കിഷൻ എന്ന് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ആ വ്യക്തി ലച്ചിയുടെ യഥാർത്ഥ പ്രണയി ആരാണോ അയാൾ ഈ സഞ്ചിയിലേക്ക് വരൂ എന്ന് പറയുന്നു. ഇത് കേട്ടതും ഭൂതം സഞ്ചിയിലേക്ക് വരുന്നു. അതോടെ എല്ലാവർക്കും യഥാർത്ഥ കിഷൻ ആരാണെന്ന് മനസ്സിലാകുന്നു. ആ വ്യക്തി ഭൂതം പുറത്തു വരാതിരിക്കാനായി ആ സഞ്ചി കെട്ടി എറിയുന്നു. അതിനുശേഷം എല്ലാവരും യഥാർത്ഥ കിഷനെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. എന്നാൽ ലച്ചി വളരെ നിരാശയായിരുന്നു. കാരണം താൻ ആ ഭൂതമായ കിഷനുമായി വേർപിരിയുകയാണല്ലോ എന്നവൾ ദുഃഖിക്കുന്നു. പിന്നീട് കിഷൻ ലച്ചിയുടെ മുറിയിലേക്ക് വരുമ്പോൾ ലച്ചി കിഷനോട്, ഞാൻ ആ ഭൂതമായ കിഷനെയാണ് പ്രണയിക്കുന്നത്, എനിക്ക് അവന്റെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹം എന്ന് പറയുന്നു. അത് കേട്ട് കിഷൻ ഉറക്കിച്ചിരിക്കുന്നു. ഭൂതമായ കിഷൻ ചിരിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ലച്ചിക്ക് ഇത് ഭൂതമായ കിഷനാണെന്ന് മനസ്സിലാകുന്നു. അവൾ അവനെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ എങ്ങനെ തിരിച്ചു വന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ കിഷൻ, ആ വ്യക്തി ലച്ചിയെ ആരാണ് യഥാർത്ഥമായി സ്നേഹിക്കുന്നത് അവർ സഞ്ചിയിലേക്ക് വരാനാണ് പറഞ്ഞത്. ഞാൻ അതുപോലെ സഞ്ചിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് പുറത്തു വന്നു. അതിനുശേഷം ഞാൻ യഥാർത്ഥ കിഷന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നു. അതായത് ശരീരം യഥാർത്ഥ കിഷന്റേതാണെങ്കിലും ആത്മാവ് ആ ഭൂതത്തിൻ്റെതാണ്. അതുകൊണ്ട് അവൻ ഇനി ലച്ചിയോടൊപ്പം ജീവിതാവസാനം വരെ തുടരാം. ഇതെല്ലാം കേട്ട് ലച്ചി സന്തോഷിച്ച് അവനെ മുറുകെ കെട്ടിപ്പിടിക്കുന്നു. അതോടെ ഈ സിനിമ അവസാനിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.